സെമിയോട്ടിക്കയുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനത്തിലുള്ള തെരഞ്ഞെടുപ്പ് വിശകലനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുവാൻ പോകുന്ന മണ്ഡലങ്ങൾ കടുത്തുരുത്തി, പിറവം. ആദ്യമായി നമുക്ക് കടുത്തുരുത്തി നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് തന്നെ ആരംഭിക്കാം. ഇവിടെ LDF സ്ഥാനാർത്ഥി നിർമ്മല ജിമ്മി, UDF സ്ഥാനാർത്ഥി മോൻസ് ജോസഫ്, NDA സ്ഥാനാർത്ഥി സുരേഷ് എട്ടിക്കുന്നേൽ. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മോൻസ് ജോസഫ് 45% വോട്ട് വീതം നേടി ജയിച്ച മണ്ഡലമാണ് കടുത്തുരുത്തി. നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഓരോ സ്ഥാനാർത്ഥികളുടെയും ജയപരാജയങ്ങളെ സ്വാധീനിക്കുന്ന 5 പ്രാഥമിക ഘടകങ്ങളിൽ കടുത്തുരുത്തിയിലെ സമ്മതിദായകർ എങ്ങനെ ഓരോ മുന്നണിയും വിലയിരുത്തുന്നു എന്ന് നമുക്ക് നോക്കാം. പ്രാദേശിക വികസനത്തിന് LDFനാണ് 1ാം സ്ഥാനം, UDF 2ാം സ്ഥാനത്ത്. യുവജന പിന്തുണയിലും വോട്ടർമാരുടെ ഇടയിലുള്ള വിശ്വാസ്യതയിലും UDF ആണ് 1ാം സ്ഥാനത്ത്, LDF 2ാം സ്ഥാനം. നേതൃപാടവത്തിൽ LDF 1ാമത്, UDF 2ാമത്. സഹിഷ്ണുതാപരമായ രാഷ്ട്രീയത്തിൽ വീണ്ടും UDF 1ാമതാണ്, LDF 2ാമത്. നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരു സ്ഥാനാർത്ഥിയുടെ ജയപരാജയങ്ങളെ സ്വാധീനിക്കുന്ന എല്ലാ ഘടകങ്ങളെയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് സെമിയോട്ടിക്ക നമുക്കായി അപഗ്രഥിക്കുകയാണ്. നമുക്ക് നോക്കാം കടുത്തുരുത്തി നിയമസഭാ മണ്ഡലം ആരോടുകൂടി. സെമിയോട്ടിക്ക പ്രവചിക്കുന്നത് ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. ഇവിടെ UDF സ്ഥാനാർത്ഥിക്ക് നേരിയ മേൽക്കൈ 45.91% വോട്ട് വീതം, LDF സ്ഥാനാർത്ഥിക്ക് 44.15% വോട്ട് വീതം, NDA സ്ഥാനാർത്ഥിക്ക് ഏകദേശം 10% വോട്ട് വീതവുമാണ് സെമിയോട്ടിക്ക പ്രവചിക്കുന്നത്. ഇനി നമുക്ക് പിറവം നിയമസഭാ മണ്ഡലത്തിലേക്ക് പോകാം. ഇവിടെ LDF സ്ഥാനാർത്ഥി സാബു കെ ജേക്കബ്, UDF സ്ഥാനാർത്ഥി അനൂപ് ജേക്കബ്, NDA സ്ഥാനാർത്ഥി ജിബി എബ്രഹാം. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിറവം അനൂപ് ജേക്കബിനൊപ്പമായിരുന്നു. അദ്ദേഹം അത് വ്യക്തമായ ഭൂരിപക്ഷം അവിടെ നേടി, ഏകദേശം 54% വോട്ട് വിഹിതവും. നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ സ്ഥാനാർത്ഥികളുടെ ജയപരാജയങ്ങളെ സ്വാധീനിക്കുന്ന 5 ഘടകങ്ങളിൽ എങ്ങനെയാണ് പിറവത്തെ സമ്മതിദായകർ ഓരോ മുന്നണിയെയും വിലയിരുത്തുന്നതെന്ന് നമുക്ക് നോക്കാം. പ്രാദേശിക വികസനം, യുവജന പിന്തുണ, വോട്ടർമാരിലെ വിശ്വാസ്യത, നേതൃപാടവം, സഹിഷ്ണുതാപരമായ രാഷ്ട്രീയം, ഈ 5 ഘടകങ്ങളും UDF ആണ് ഇവിടെ 1ാം സ്ഥാനത്ത്, LDF 2ാം സ്ഥാനത്ത്. സ്ഥാനാർത്ഥിയുടെ വിജയപരാജയങ്ങളെ തീരുമാനിക്കുന്ന എല്ലാ ഘടകങ്ങളെയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് സമഗ്രമായി സെമിയോട്ടിക്ക അപഗ്രഥിക്കുകയാണ്. നമുക്ക് നോക്കാം പിറവം ആരോടൊപ്പം. UDFന് വ്യക്തമായ ഭൂരിപക്ഷം, ഏകദേശം 52% വോട്ട് വീതം, LDF സ്ഥാനാർത്ഥിക്ക് 36% വോട്ട് വീതം, NDA സ്ഥാനാർത്ഥിക്ക് 12% വോട്ട് വീതം. ഇതാണ് സെമിയോട്ടിക്ക നമുക്ക് വേണ്ടി പ്രവചിക്കുന്നത്. ഇതുവരെ സെമിയോട്ടിക്ക മൊത്തം 99 നിയമസഭാ മണ്ഡലങ്ങളാണ് നമുക്ക് വേണ്ടി പ്രവചിച്ചിരിക്കുന്നത്. കാസർഗോഡിന് ഒരു UDF മുന്നേറ്റമാണുള്ളത്. അവിടെ NDAക്ക് ഒരു സീറ്റ് ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട്. കണ്ണൂർ LDFനൊപ്പമാണ്. കോഴിക്കോട് വീണ്ടും UDFനൊപ്പമാണ്. വയനാട് UDFന് നേരിയ മേൽക്കൈയുണ്ട്. മലപ്പുറത്ത് വ്യക്തമായ UDF മുന്നേറ്റമാണ്. തിരുവനന്തപുരത്ത് LDFന്റെ വ്യക്തമായ മുന്നേറ്റമുണ്ട്. അവിടെ NDAക്ക് 2 മുതൽ 3 സീറ്റ് ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട്. മറ്റ് കോൺസ്റ്റിറ്റ്യുവൻസീസ് ഏകദേശം ഒരു ഒപ്പത്തിനൊപ്പമാണ് ഒരു സീറ്റ് വീതം LDFനും UDFനും സെമിയോട്ടിക്ക പ്രവചിക്കുന്നത്. വീണ്ടും NDAക്ക് 1 മുതൽ 2 വോട്ട് സീറ്റുകൾ അവിടെ ലഭിക്കുവാൻ സാധ്യതയുണ്ട്. മൊത്തത്തിൽ UDF 51 മുതൽ 60 സീറ്റുകളും, LDF 36 മുതൽ 47 സീറ്റുകളും, NDA 3 മുതൽ 6 സീറ്റുകളുമാണ് സെമിയോട്ടിക്ക പ്രവചിക്കുന്നത്. വീണ്ടും മറ്റൊരു മണ്ഡലവുമായി ഞങ്ങൾ നിങ്ങളുടെ അടുക്കിലേക്ക് ഉടൻ എത്തുന്നതായിരിക്കും. Until then we are signing off. Good day.